നാടിനെ നടുക്കിയ വാൾപ്പാറ ദുരന്തത്തിന്റെ ഇരകൾ മലപ്പുറത്താണ്. മലപ്പുറത്തെ പാങ് ഗ്രാമത്തിലാണ് ഈ ദുരന്ത വിവരം ആദ്യം അറിയുന്നത്. കേരളത്തിൽ മലപ്പുറം എസ് പിക്കാണ് വിവരം ലഭിക്കുന്നത്. അതിനുശേഷമായിരുന്നു ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നീക്കിയത്. മലപ്പുറം എസ് പി ചൈത്ര തെരേസ ജോൺ നമ്മളോടൊപ്പം ചേരുകയാണ്. മാഡം, ഒരുപക്ഷെ അങ്ങയുടെ ജൂറിസ്ഡിക്ഷനിലാണ് ഈ ദുരന്തത്തിന്റെ ഇരകൾ. ഇത് തുടക്കം അറിയുന്നതും അങ്ങ് തന്നെയാണ്. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എമ്മോ എന്തൊക്കെയായിരുന്നു നടന്നത്? നമ്മൾ അത് ആദ്യം ഒരു 5:30-ക്ക് ശേഷം ഏകദേശം ഒരു 6 മണിയാവുന്നതിന് തൊട്ട് മുന്നെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ലോക്കൽ ഇൻഫർമേഷൻ ആയിരുന്നു? അല്ല, തമിഴ്നാട്ടിൽ നിന്ന് അവരെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പം തമിഴ്നാട് പോലീസ് വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ആദ്യം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം 15 പേരുണ്ടെന്നുള്ളതായിരുന്നു. പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഡയറക്റ്റ് എസ് പിനെ കോൺടാക്ട് ചെയ്തു. അപ്പോഴാണ് 13 പേരായിരുന്നു. അതിന്റെ 8 പേര് അവർ ചെന്നപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളതും. അതുപോലെ തന്നെ ഇതൊരു 13ാമത്തെ ഹെയർപിൻ വളവിന്ന് 9ാമത്തെ ഹെയർപിൻ വളവിലോട്ട് വണ്ടി വീണതാണെന്നുള്ളതും മനസ്സിലായത്. 5 പേര് അൺകോൺഷ്യസ് ആയിരുന്നായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അവരെല്ലാവരെയും പൊള്ളാച്ചി ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ 5 പേരിൽ ഒരാൾ വീണ്ടും പൊള്ളാച്ചി വെച്ചിട്ട് മരിക്കുകയാണ്. അതിനുശേഷം അതിനകത്തുള്ള ഒരാൾ പക്ഷേ ബാക്കിയുള്ള സർവൈവിംഗ് ആയിട്ടുള്ളതിനകത്ത് ഒരു കുട്ടി മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റേബിൾ ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള 3 പേരെ CMC കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ അവർ മാറ്റുകയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞ ഉടനെ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുകയും ബാക്കി എൻ്റെ ഹൈറാർക്കിലുള്ള എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പൊള്ളാച്ചി തമിഴ്നാട് പോലീസിന്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര നല്ല രീതിയിൽ അവർ നമ്മളുമായിട്ട് വളരെ കോർഡിനേറ്റ് ചെയ്തു. കേരളത്തിന്റെ പോലീസും കേരള അഡ്മിനിസ്ട്രേഷനും തമിഴ്നാട് പോലീസും തമിഴ്നാട് അഡ്മിനിസ്ട്രേഷനും വളരെ ജോയിന്റ് ആയിട്ട് ചെയ്തു. ഒരു പരാതിയും ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കുകയായിരുന്നു. അതെ, വളരെ നല്ല രീതിയിൽ അവർ നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. നമുക്ക് ഒരു കാര്യം പോലും സത്യം പറഞ്ഞാൽ ഒന്ന് പുഷ് ചെയ്യേണ്ട പോലെ നമ്മൾ പറയുന്ന എല്ലാ കാര്യം അവർ കണ്ടറിഞ്ഞ് ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ പൊള്ളാച്ചിയിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രി മുഴുവൻ തന്നെ അവിടെ പൊള്ളാച്ചി സബ് കളക്ടർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ മെഡിക്കൽ ടീമായിട്ട് 5 ഡോക്ടേഴ്സിനെ അറ്റ് എ ടൈം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് 5 ഡോക്ടേഴ്സിന് അറ്റ് എ ടൈം ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടി പെട്ടെന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ. അതെ, അതും ഇത്രയും ഡോക്ടേഴ്സ് ഒരുമിച്ച് വന്നതാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിയതിൽ വലിയൊരു കാര്യം. പിന്നെ അവിടെ റിലേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാത്തിലും അവിടെ നമ്മുടെ DYSPs അല്ലാണ്ട് തന്നെ ഞാൻ എത്തുന്നതിന് മുന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം അവർ വന്ന റിലേറ്റീവ്സിനെ കൊണ്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യലും അതേപോലെ തന്നെ ഇൻക്വസ്റ്റിന് വേണ്ടിയുള്ള മൊഴിയെടുപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ സമയം കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വലിയ ദൗത്യമുണ്ട്. കാരണം ഇവരെ ഈ ഒരു ട്രോമയിൽ നിന്നും സാധാരണ നിലയിലേക്ക് എത്തിക്കണം. അതിൽ പോലീസിന് വലിയ റോൾ. അതെ, ഇത് ഭയങ്കര ട്രാജഡിയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ ഇത്രയും സഡൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ. എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ രീതികളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഈ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇനി പ്രധാനം. അതിനുവേണ്ടി പോലീസും സജീവമായി രംഗത്തുണ്ടാകുമെന്നാണ് മലപ്പുറം SP ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അനൂപ് പാലയ്ക്കൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.